അസ്സലാമു അലൈക്കും. ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അസ്മാഉൽ ഹുസ്നയുടെ അഥവാ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളെക്കുറിച്ചും അവയുടെ അർത്ഥത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ്. ഒറ്റപ്പെടലിൽ നിന്നുള്ള മോചനം. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോഴൊക്കെ പ്രാർത്ഥനകൾ ഒരു സമാധാനമാണ്. പ്രാർത്ഥനകൾ കേൾക്കാൻ ആരുമില്ലെന്ന് തോന്നുമ്പോഴോ അള്ളാഹു കൂടെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ആരും തനിച്ചല്ല. നമ്മുടെ ഓരോ ശ്വാസവും ഹൃദയമിടിപ്പും അറിയുന്ന ഒരു ശക്തിയുണ്ട്. അത് നമ്മുടെ പഠിച്ചവൻ, നമ്മളെ പഠിച്ച ഏക ഇലാഹാണ് അള്ളാഹു. ഇതിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിനെ അറിയാനുള്ള വഴിയാണ് അവൻ്റെ 99 നാമങ്ങൾ. ഇവ വെറുമൊരു പേരുകളല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും ശക്തിയുടെയും അറിവിൻ്റെയും വാതിലുകളാണ്. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു ഔഷധമായിട്ടാണ് നമുക്ക് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉപകാരപ്പെടുന്നത്. നമ്മുടെ ഓരോ പ്രശ്നത്തിനും ഓരോ നാമങ്ങൾ മരുന്നായി പ്രവർത്തിക്കാം. ഹൃദയം തകരുമ്പോൾ യാ ജബ്ബാർ യാ അല്ലാ എന്ന് വിളിക്കാം. വഴികൾ അടയുമ്പോൾ യാ ഫത്താഹ് യാ അല്ലാ എന്ന് വിളിക്കാം. അവൻ പുതിയ വാതിലുകൾ തുറന്നു തരും. പാപങ്ങൾ പൊറുക്കാൻ യാ ഗഫൂർ യാ തവ്വാബ് എന്നീ നാമങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, പ്രാർത്ഥിക്കാം. സുരക്ഷിതത്തിനായി യാ മുഅ്മിൻ എന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ നാമങ്ങളുടെ അർത്ഥം ചിന്തിക്കാനും നമ്മൾ ശ്രമിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ആ നാമങ്ങൾ ചേർത്ത് ചോദിക്കുന്നത് അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കാൻ ഒരുപാട് സഹായിക്കും. അസ്മാഉൽ ഹുസ്നയുടെ, അള്ളാഹുവിൻ്റെ 99 പേരുകളുടെ മർമ്മവും മഹത്വവുമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അള്ളാഹുമായുള്ള ആത്മബന്ധം. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും മറ്റാരും കാണുന്നില്ലെന്ന് കരുതി വിഷമിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ഹൃദയമിടിപ്പിനേക്കാൾ അടുത്തുണ്ട് എന്ന വലിയ ആശ്വാസമാണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്. അള്ളാഹുവിനെ വെറുമൊരു സൃഷ്ടാവായി മാത്രമല്ല, ഓരോ നാമങ്ങളിലൂടെയും ഓരോരോ ഗുണങ്ങളുള്ള പരിരക്ഷകനായി കാണാൻ നമ്മൾ പഠിക്കണം. പ്രധാനമായി നാമങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ് ഇനി പറയുന്നത്. നമ്മുടെ ഓരോ അവസ്ഥയ്ക്കും അനുയോജ്യമായ ഓരോ നാമങ്ങൾ അള്ളാഹു പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കണം. യാ ഫത്താഹ് എന്നതിൻ്റെ അർത്ഥം വിജയിക്കുന്നവൻ. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ പുതിയ വഴികൾ തുറന്നു കിട്ടാൻ ഈ നാമം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുക. യാ ജബ്ബാർ യാ അല്ലാ. മാനസികമായി തകരുകയും ഹൃദയം മുറിയുകയും ചെയ്യുന്ന അവസ്ഥകളിൽ ആശ്വാസത്തിനായി ഈ നാമം നമ്മൾ ദുആ ചെയ്ത് പ്രാർത്ഥിക്കുക. യാ മുഅ്മിൻ യാ അല്ലാ. ഭയവും ആശങ്കയും ഉള്ള സമയങ്ങളിൽ സുരക്ഷിതത്തിനായി ഈ നാമം അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാം. യാ ഗഫൂർ യാ തവ്വാബ് എന്നീ നാമങ്ങൾ തെറ്റുകളിൽ നിന്ന് ഖേദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണ തേടാൻ ഈ നാമങ്ങൾ നമ്മളെ സഹായിക്കും. വെറുതെ പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അർത്ഥമുണ്ടാകുന്നു. ഉദാഹരണത്തിന്, ഭക്ഷണത്തിനായി ചോദിക്കുമ്പോൾ യാ റസാഖ് യാ റസാഖ് യാ അല്ലാ എന്ന് വിളിക്കുന്നത് പ്രാർത്ഥനയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. ഈ നാമങ്ങൾ കേവലം ഉരുവിടാനുള്ളതല്ല, മറിച്ച് അവ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മാനസിക സമ്മർദ്ദങ്ങൾ കുറയുകയും ചെയ്യുന്നു.
സർവശക്തനായ അള്ളാഹു കൂടെയുണ്ടെന്ന ബോധം ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കും. ചുരുക്കത്തിൽ അള്ളാഹുവിനെ കേവലം ഭയപ്പെടേണ്ട ഒരു ശക്തിയായിട്ടല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് സ്നേഹിക്കപ്പെടേണ്ടവനും നമ്മുടെ എല്ലാ അവസ്ഥകളും അറിയുന്നവനുമായിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ കാണേണ്ടത്. ഓരോ നാമവും അള്ളാഹുവിൻ്റെ ഓരോ പ്രത്യേക ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അർ-റഹ്മാനുർ റഹീം, അളവറ്റ കരുണയുള്ളവൻ എന്ന അർത്ഥം വരുന്ന ഈ നാമങ്ങൾ അള്ളാഹുവിൻ്റെ തൻ്റെ സൃഷ്ടികളോട് കാണിക്കുന്ന സ്നേഹത്തെയും ദയയെയും സൂചിപ്പിക്കുന്നു. ലോകത്ത് നാം കാണുന്ന എല്ലാ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഈ വലിയ കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാം അറിയുന്നവൻ, നമ്മുടെ മനസ്സിലെ രഹസ്യങ്ങളും നാം ആരോടും പറയാത്ത വേദനകളും അള്ളാഹു അറിയുന്നുണ്ടെന്ന വലിയ തിരിച്ചറിവാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷമഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക നാമങ്ങൾ നമ്മൾ അഭയം പ്രാപിച്ചാൽ നമുക്ക് അതിനുള്ള ഓരോ വഴികളും അള്ളാഹു നൽകും. പണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പതിവാക്കുക. അറിവില്ലായ്മയോ ആശയക്കുഴപ്പമോ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉരുവിടുക. ശത്രുക്കളെ ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംരക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുക. അള്ളാഹുവിനെ, അവൻ്റെ പേരുകൾ വിളിച്ച് തേടുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഇത് കേവലം ഒരു ആചാരമല്ല, മറിച്ച് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കാനുള്ള വഴി കൂടിയാണ്. ഓരോ പേര് നാം ഉരുവിടുമ്പോഴും ആ പേരിൻ്റെ അർത്ഥം ഹൃദയത്തിൽ തൊട്ട് നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. ഖുർആൻ ഓതുമ്പോൾ ഓരോ സൂക്തത്തിനും അവസാനം അള്ളാഹുവിൻ്റെ നാമങ്ങൾ വരുന്നത് ശ്രദ്ധിക്കണം. ആ സൂക്തത്തിൽ പറയുന്ന കാര്യവും ആ നാമവും തമ്മിൽ വലിയ ബന്ധമുണ്ടാകും. അത് ചിന്തിച്ചു പഠിക്കുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ വെറുമൊരു മന്ത്രമല്ല, മറിച്ച് ജീവിതത്തിൽ ഇരുട്ടിൽ വഴി കാട്ടുന്ന പ്രകാശമാണ്. ഓരോ നാമവും ഓരോ പ്രശ്നത്തിനുള്ള ഉത്തരവുമാണ്. ഓരോ വിശ്വാസിക്കും ഈ നാമങ്ങൾ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ, മനസ്സിനെ അലട്ടുന്ന ഭയങ്ങൾ. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് താങ്ങായി തണലായി നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ അതിൻ്റെ പൂർണ്ണതയിൽ അറിയാൻ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ അഥവാ അസ്മാഉൽ ഹുസ്ന നാം പഠിക്കേണ്ടതുണ്ട്. എന്താണ് അസ്മാഉൽ ഹുസ്ന? അള്ളാഹു എന്ന നാമം അവൻ്റെ പേരിനെ സൂചിപ്പിക്കുമ്പോൾ അസ്മാഉൽ ഹുസ്നയെ, അവൻ്റെ ഗുണങ്ങളെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഖുർആൻ പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്. അതിനാൽ ആ നാമങ്ങളിലൂടെ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. ഈ നാമങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലേക്കുള്ള താക്കോലുകളാണ്. ലോകത്തുള്ള സകല ഉമ്മമാരുടെയും സ്നേഹത്തേക്കാൾ വലിയ സ്നേഹമാണ് അള്ളാഹുവിന് നമ്മളോടുള്ളത്. നാം തെറ്റ് ചെയ്താലും അവൻ നമ്മെ വെറുക്കുന്നില്ല, മറിച്ച് നാം മടങ്ങി വരുമെന്ന് അവൻ കാത്തിരിക്കുന്നു എന്ന് യാ വദൂദ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവോടുള്ള പ്രണയം നിറയും. നമ്മുടെ പ്രാർത്ഥനകൾ ആരും കേൾക്കുന്നില്ല എന്ന് ഒരിക്കലും കരുതരുത്. ആകാശത്തിൻ്റെ അപ്പുറത്തുള്ളവൻ നമ്മുടെ നിശബ്ദമായ തേങ്ങലുകൾ പോലും കേൾക്കുന്നുണ്ട്. അള്ളാഹു ഉത്തരം നൽകാൻ വൈകുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അറിയാത്ത വലിയൊരു ഗുണമുണ്ടാകും. നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്ര സൂക്ഷ്മമായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവനാണ് അള്ളാഹു. നാം ഓരോ പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോൾ അത് നമുക്ക് ഗുണകരമായ രീതിയിൽ മാറ്റിമറിക്കാൻ അള്ളാഹുവിന് കഴിയും. ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും അള്ളാഹു കൂടെയുണ്ടെങ്കിൽ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. അഭിമാനവും വിജയവും നൽകുന്നവനാണ് അള്ളാഹു. ഓരോ അവസ്ഥയ്ക്കും ഓരോ നാമം സമാധാനത്തിലായി യാ സലാം എന്നും ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കാൻ യാ ബാരി എന്നും വിളിക്കുക. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ നാമത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്.
അതെല്ലാം നമ്മൾ മനസ്സിരുത്തി പഠിക്കുക. ഓരോ നാമത്തിൻ്റെയും അർത്ഥം ഹൃദയത്തിൽ തൊട്ടറിഞ്ഞ് ചൊല്ലുക. അത് നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. സന്തോഷത്തിലും നമ്മൾ അള്ളാഹുവിന് പ്രാർത്ഥിക്കുക. പ്രയാസങ്ങളിൽ മാത്രമല്ല, സന്തോഷം ലഭിക്കുമ്പോഴും അവൻ്റെ നാമങ്ങളിലൂടെ സ്തുതിക്കുക. സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ അറിയുക എന്നാൽ അവൻ്റെ നാമങ്ങളെ അറിയുക എന്നാണ് അർത്ഥം. ആ നാമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ ഭയമോ നിരാശയോ നമ്മെ ബാധിക്കില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ സുരക്ഷിതമില്ലായ്മയോ തോന്നുമ്പോഴോ വല്ലാത്ത ഭയം വേട്ടയാടുമ്പോഴോ ഓർക്കേണ്ട നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും നിരീക്ഷിക്കുകയും അവർക്ക് കാവൽ നിൽക്കുകയും ചെയ്യുന്നതിനാണ് അള്ളാഹു. ഞാൻ തനിച്ചല്ല, എന്നെ കാക്കാൻ അൽ മുഹൈമിൻ ഉണ്ട് എന്ന ബോധം നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകും. നമ്മുടെ ഉപജീവന മാർഗങ്ങൾ, റിസ്ക്, അറിവ്, സന്തോഷം എന്നിവ വർദ്ധിപ്പിക്കുന്നവനാണ് അള്ളാഹു. ജീവിതത്തിൽ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുമ്പോൾ യാ ബാസ്റ്റ് യാ അല്ലാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വിശാലമാക്കാൻ സഹായിക്കും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വാരിക്കോരി നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം ആഗ്രഹിച്ചതുപോലെ നടക്കില്ല. അപ്പോൾ നമുക്ക് നിരാശ തോന്നരുത്. എന്നാൽ അള്ളാഹു അൽ ഹക്കീം ആണ്. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഓരോ യുക്തിയുണ്ട്. നമുക്ക് ഇപ്പോൾ ഗുണമെന്ന് തോന്നുന്നത് ഭാവിയിൽ ദോഷമായിരിക്കാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കാനും സമാധാനം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കുക. അള്ളാഹു ആരോടും ഒന്നിനും കടപ്പെട്ടിട്ടില്ലാത്തവനാണ്. എന്നാൽ എല്ലാവരും അവനോട് കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ആരോടും ചോദിക്കാതെ എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉടമയായ അള്ളാഹുവിനോട് ചോദിക്കുക. അവൻ തരുന്നതിന് ആർക്കും തടസ്സം നിൽക്കാൻ കഴിയില്ല. ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥയിൽ ശരിയായ വഴി കാണിച്ചു തരാൻ അള്ളാഹുവിനോട് യാ ഹാദി എന്ന് വിളിച്ചു തേടുക. ഇരുട്ടിൽ പ്രകാശം പോലെ അവൻ നമ്മുടെ മുന്നിൽ വഴികൾ തുറന്നു തരും. സുഹൃത്തുക്കളെ, ഈ നാമങ്ങൾ വെറുതെ മനഃപ്പാഠം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഓരോ പേരും ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണം. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചാൽ അള്ളാഹു ആണെന്ന് ഓർക്കുക. നിങ്ങൾക്ക് അർഹമായ നീതി അവൻ നൽകും. ഈ നാമങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും മാറ്റം വരുത്തണം. അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് നമ്മളും മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാൻ ശ്രമിക്കണം. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മനോഹരമായ നാമങ്ങളിലൂടെയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹുവിനെ വെറുമൊരു പേരായിട്ടല്ല, മറിച്ച് നമ്മുടെ എല്ലാ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും കൂടെയുള്ള വലിയൊരു ശക്തിയായി കാണാൻ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ നമ്മളെ സഹായിക്കും. നാം പഠിച്ച നാമങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത നാമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാമം ഏതാണ്? അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത്തരം നല്ല ഓർമ്മപ്പെടുത്തലുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ അറിവ് ഷെയർ ചെയ്തു നൽകുക. അതൊരു വലിയ പുണ്യകർമ്മമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാനും അവനിലേക്ക് കൂടുതൽ അടുക്കാനും സർവശക്തൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അള്ളാഹ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.